ഇന്നത്തെ റെസിപ്പി സിമ്പിളായിട്ടുള്ളതും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെയാണ്. ബ്രെഡും പഴവും വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യിൽ കിടന്നിട്ട് പഴം നന്നായിട്ട് വഴന്ന് വരണം. പഴം കളറൊക്കെ മാറി വഴന്ന് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പഴം കളറൊക്കെ മാറി നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ ഇനി പാനിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഇതേ പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു തേങ്ങ നിർബന്ധമൊന്നുമില്ല, മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തേങ്ങ ചെറുതായിട്ടൊന്ന് കളറ് മാറി കിട്ടിയാൽ മതി. പഞ്ചസാരയും തേങ്ങയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് തേങ്ങ ചെറുതായിട്ടൊന്ന് കളറ് മാറി കിട്ടിയാൽ ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി വേണ്ടത് കുറച്ച് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡിൻ്റെ അളവൊക്കെ നമ്മൾ എടുക്കുന്ന മുട്ടക്കനുസരിച്ചൊക്കെ ഇരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും കുറച്ച് ബ്രെഡ് എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ബ്രെഡ് പൊടിച്ച് മാറ്റിയതിന് ശേഷം അതേ ജാറിലേക്ക് തന്നെ ഒരു 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പിന് മുകളിലായിട്ട് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ഇത് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നേരത്തെ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ബ്രെഡ് പൊടിയാണ്. ഇപ്പോൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡ് പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബ്രെഡ് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അത്യാവശ്യം നല്ല കട്ടിയായിട്ടുള്ള ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ പാകത്തിന് നോക്കിയിട്ട് ബ്രെഡ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കട്ടിക്കാണ് ബാറ്റർ വേണ്ടത്. ഇനി ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാനിന് പകരം അലൂമിനിയത്തിൻ്റെ കുക്കറിലും ചെയ്തെടുക്കാം. സ്റ്റീലിൻ്റെ കുക്കറിലായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്റ്റീലിൻ്റെ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നെയ്യൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാവ് പാനിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഇനി ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുല വെച്ചിട്ടോ ഒന്ന് നിരത്തി ഒന്ന് കറക്റ്റ് ലെവൽ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലേക്കായിട്ട് നേരത്തെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ ഇതിൻ്റെ മുകളിലായിട്ട് വിതറി കൊടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമൊന്നുമില്ല, കാണാനൊരു ഭംഗിയാണ്. പിന്നെ തേങ്ങ കൂടെ കടിക്കാനുണ്ടാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് നട്ട്സ് കയ്യിലുണ്ടെങ്കിൽ നട്ട്സ് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് ഇതിന് മുകളിലോ അല്ലെങ്കിൽ ഉൾഭാഗത്ത് ആ ഒരു കൂട്ടിൻ്റെ ഉള്ളിലോ ചേർത്തിട്ട് പോള റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. മുകളിൽ തേങ്ങ വിതറിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് സൈഡിലൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇനി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 15-20 മിനിറ്റ് ആകുമ്പോഴേ തന്നെ കറക്റ്റായിട്ട് മുകൾ ഭാഗമൊക്കെ കറക്റ്റായിട്ട് സെറ്റായിട്ട് നല്ല സെറ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. എടുക്കുന്ന പാത്രത്തിനനുസരിച്ചൊക്കെ ടൈമിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റിന് അടുത്ത ആയപ്പോൾ തന്നെ കറക്റ്റായിട്ട് വെന്ത് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കണമെങ്കിൽ വേറൊരു പാനിൽ നെയ്യ് ഗ്രീസ് ചെയ്തിട്ട് അതിലേക്കൊന്ന് മറിച്ചിട്ടിട്ട് 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാണ്. ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി 4 മണി പലഹാരം തന്നെയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.